ഈ നവകേരള സദസ്സിന് അന്ത്യകൂദാശ കൊടുക്കും എന്നാണ് DCC അധ്യക്ഷനടക്കം പറഞ്ഞിരിക്കുന്നത്. അതേതാണ്ട് കോൺഗ്രസിന് ചേരുന്നതാണ് ആ പ്രയോഗങ്ങൾ. ഇപ്പോൾ ഇതിനോടകം ഇരമ്പിയാർക്കുന്ന ജനസമൂഹം കേരളമാകെ ഒഴുകിയെത്തിയപ്പോൾ യഥാർത്ഥത്തിൽ സായാഹ്നങ്ങളിൽ ഈ ബ്യൂറേഴ്സിൻ്റെ മുമ്പിൽ കൂടുന്ന ആ കതർധാരികൾ പോലും അവരുടെ ജനവിരുദ്ധ സദസ്സുകളിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടിച്ചല്ലോ. അപ്പോൾ 100-100 പേരെ വെച്ചിട്ട് ഈ ഇരമ്പിയാർത്ത് വരുന്നൊരു ജനസമൂഹത്തെ അവർ നേരിടുമെന്ന് പറയുന്നത്. അങ്ങേയറ്റം ഇത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരായി എന്തൊക്കെ കലാപങ്ങളുണ്ടാക്കുക, ആ കലാപങ്ങൾ മാധ്യമങ്ങൾ വഴി ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഏതെങ്കിലും തരത്തിലൊരു കലാപം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു, ജനങ്ങളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞു, 10 ജനങ്ങളെ കൂട്ടി ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞു. അവരെന്തിനാണ് ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്? അപ്പോൾ അവർക്കൊരു ഡിമാൻഡ് എന്താ? അവരുടെ ഈ നല്ല രൂപത്തിൽ നടക്കുന്ന ജനസദസ്സിനെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ ഓരോ സ്ഥലത്തും ഷൂവറായിട്ടും കല്ലേറായിട്ടും കരിങ്കുടിയായിട്ടും ഒക്കെ ഇറങ്ങി. പക്ഷേ ജനങ്ങളത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടല്ലേ ഇരമ്പിയാർക്കുന്ന ഒരു ജനസമൂഹം ഈ സദസ്സുകളെല്ലാം ഓടിയെത്തുന്നത്. എത്രയോ വലിയ രൂപത്തിലുള്ള ജനസദസ്സ് നിങ്ങളൊക്കെ കാണുന്നില്ല. അതേസമയത്ത് അവർ നടത്തിയതും കണ്ടല്ലോ. അപ്പോൾ മാധ്യമങ്ങളിൽ കൂടി അവരൊരു ബഹളം നടത്തുന്നുണ്ട്. അത് ശരിയാണ്. കോൺഗ്രസ് ഏതാണ്ട് തീരാൻ പോകുന്ന അവസ്ഥയാണ്. 5 പ്രതിപക്ഷ നേതാക്കന്മാരാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഈ അയോധ്യയുടെ കാര്യങ്ങൾ കഴിയുമ്പോഴേക്ക് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ച് പൂർണ്ണമായി ഹിന്ദുത്വത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കും. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷത തകർത്ത് കോൺഗ്രസ് ഉയർത്തിയ എല്ലാ മുദ്രാവാക്യങ്ങളും കപടമായിരുന്നു തെളിയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തിയില്ലേ? രാഷ്ട്രീയം അവരുടെ പോയില്ലേ? അതല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട റിസൾട്ട്. അതോടുകൂടി കോൺഗ്രസിൻ്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഈ പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി വിധിച്ച വിരുന്നിൽ മതമേലധ്യക്ഷന്മാരടക്കം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിനെ സജി ചെറിയാൻ വിമർശിച്ചിരുന്നു. സഭ തിരിച്ചും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് മുഖപ്രസംഗമടക്കം വന്നിട്ടുണ്ട് ദീപികയുടെ. എന്താണ്? അല്ല, ആ കാര്യത്തിൽ പിന്നെ സജി ചെറിയാൻ മറ്റേതൊരു വലിയ അപകടകരമായ കാര്യങ്ങളല്ല പറഞ്ഞത്. പക്ഷേ മണിപ്പൂരിലുണ്ടായ സംഭവം ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ പിതാക്കന്മാർ പങ്കെടുത്തോ അല്ലെങ്കിൽ ആ സമീപനത്തെക്കുറിച്ചല്ല. മണിപ്പൂരിലുണ്ടായ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ആക്രമണങ്ങളുണ്ടല്ലോ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി. അപ്പോൾ ഇത്തരം വേദികൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് ഒഴിവാക്കേണ്ടിയിരുന്നു, അതിൽ ഇടപെടേണ്ടിയിരുന്നു. അതിൽ ഇടപെട്ടില്ല എന്ന രൂപത്തിൽ സംസാരിക്കേണ്ടതായിരുന്നുള്ള അർത്ഥമല്ലാതെ മറ്റൊരു രൂപത്തിൽ അതിനൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. മറ്റൊരു കാഴ്ചപ്പാട് അദ്ദേഹം ഉന്നയിച്ചെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ, വൈൻ കുടിച്ച് അത്തരത്തിൽ. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളല്ല. ഞാൻ അത്തരം വിഷയങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാം. ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ആധികാരികമായി അത് പറഞ്ഞു. അതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ, മണിപ്പൂരിൽ 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും പള്ളികൾക്ക് തീയിടുകയും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം സംഘടിപ്പിക്കുകയും ചെയ്ത കൂട്ടർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിളിച്ച് തലോടുമ്പോൾ അത് കാപട്യമാണ്, BJP ഗവൺമെൻറ്റിൻ്റെ ആ സമീപനം എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതാണ് ശരി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെ വല്ലാതെ ആക്രമിച്ച ഇപ്പോൾ ഇന്ത്യയിലൊട്ടാകെ, ഒരു സ്ഥലത്ത് മാത്രമല്ല, മണിപ്പൂരിൽ കണ്ടു, ഛത്തീസ്ഗഡിൽ കണ്ടു, കർണാടകത്തിൽ കണ്ടു, അതുപോലെ ഹരിയാനയിലും ഡൽഹിയിലും കണ്ടു. ഇങ്ങനെയുള്ള എത്രയോ സ്ഥലങ്ങളിൽ വലിയ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ അവരെ വിളിച്ച് തലോടുന്നത് കാപട്യമാണ് എന്ന രൂപത്തിൽ സൂചിപ്പിച്ച മുഖ്യമന്ത്രി ആധികാരികമായി തന്നെ അത് മറുപടി പറഞ്ഞു. അതിനപ്പുറത്തൊരു കാര്യം പറയാനില്ല.